ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ സിങ്കും ഹിന്ദുസ്ഥാൻ കോപ്പറും ഒക്കെ പറക്കാണ്. എല്ലാവരും പൊസിഷൻ എടുത്തിട്ടുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എടുത്തിൻ്റെ ഹോൾഡ് ചെയ്യുക. കോപ്പറും സിങ്കും ഒക്കെ തന്നെ ഇനിയും അങ്ങോട്ട് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. സിൽവറിലും കോപ്പറിലും വരുന്ന ഡിമാൻഡിൻ്റെ ബേസ് അനുസരിച്ചിട്ട്. സോ ലാസ്റ്റ് റെക്കമെൻഡേഷൻസ് ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെ പറഞ്ഞിരുന്നു. നല്ല റിട്ടേൺ എല്ലാവർക്കും കിട്ടി. ഇനി പ്രീമിയം എനർജീസും ഒക്കെ തന്നെ പേഷ്യൻസും ഹോൾഡ് ചെയ്യുക. നല്ല റിട്ടേൺ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് പ്രീമിയം എനർജീസ്, വാരി എനർജീസ് ഒക്കെ. ഇപ്പോഴത്തെ പ്രസൻറ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും നോക്കണ്ട. അത് അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു ചാമിങ് സെക്ടർ ആയിരിക്കും റിന്യൂവബിൾ എനർജി സെക്ടർ. പല സ്റ്റോക്സും ഇനിയിപ്പോൾ അഥവാ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും സ്റ്റോക്ക് എൻട്രി എടുത്ത് പിന്നീട് അത് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോസും ബുക്ക് ചെയ്യണം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുമായി തന്നെ ലോസും ബുക്ക് ചെയ്യാൻ നമ്മൾ മനസ്സിൽ തയ്യാറായിരിക്കണം. 2% എക്വറേജ് ഒക്കെ എപ്പോഴും ഒരു 6 സ്റ്റോക്ക് വാങ്ങിയാലും 10 സ്റ്റോക്ക് വാങ്ങിയാലും 20 ഒരു 2-3 സ്റ്റോക്കൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ നേരെ നെഗറ്റീവ് വേയിൽ പോയിക്കൂടാന്നില്ല. അങ്ങനെയാണെങ്കിൽ വേഗം ലോസ് ബുക്ക് ചെയ്യാം. സോ ലാസ്റ്റ് റെക്കമെൻഡേഷൻസിൽ പിന്നെ പ്രീമിയം എനർജീസ് ആണ് പറഞ്ഞത്. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ പേഷ്യൻസിൽ ഹോൾഡ് ചെയ്യും. ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിന്ദുസ്ഥാൻ സിങ്കും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1400-1500 ലെവൽ വരെ അത് ടെക്നിക്കലി വരാൻ സാധ്യത ഉണ്ടായിരുന്നു. വന്നു 1460 വരെ കാണിച്ചിട്ടുണ്ടായിരുന്ന റീബൗണ്ട് 1500 ലെവലിലേക്ക് പോയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഇന്ന് വീണ്ടും ആദ്യം റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക്, അതായത് ആനന്ദ് രാജ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. 540-550 ലെവലിൽ റെക്കമെൻഡ് ചെയ്തിട്ട് വിത്തിൻ 2 വീക്സിനുള്ളിൽ 740 വരെ പോയ സ്റ്റോക്കാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. അതിന് ശേഷമാണ് ഇറങ്ങി വന്നു. പ്രോഫിറ്റ് ബുക്ക് എല്ലാവർക്കും ഏകദേശം 30-40% എപ്രിസിയേഷൻ ആ കറണ്ട് ലെവലിൽ കിട്ടി 2 മാസം മുന്നേ. തിരിച്ച് വീണ്ടും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്ന അടി വന്നപ്പോൾ അതിന് കൂടെ തന്നെ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കൂടെ തന്നെ ഇറങ്ങി വന്നു ആനന്ദ് രാജ്. ബിക്കോസ് അത്രയും റിട്ടേൺ കൊടുത്ത സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും, ഇറങ്ങി വന്നു. അതുകൊണ്ട് ഇനി ആ സ്റ്റോക്ക് മോശമായിക്കൊണ്ടില്ല, വീണ്ടും അത് റിവേഴ്സ് കാണിക്കുകയാണ്. സോ ഈ സമയത്ത് വേണമെങ്കിൽ സ്ലോലി അത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാം. കാരണം ഭാവിയിലേക്ക് ഒരു സൂപ്പർ ബിസിനസ്സിലുള്ള ഒരു സെക്ടറുള്ള ഒരു സൂപ്പർ സ്റ്റോക്കാണ്, ഫണ്ടമെന്റലി വെരി ഗുഡ് സ്റ്റോക്കാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ എനിക്ക് തോന്നിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങൾ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അത് ലോങ് ടേമിലേക്ക് പോഷ് എടുക്കാം. സ്ലോലി എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുപോലെ തന്നെ സിങ്ക് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് പറയുന്ന ഒരു മെമ്പേഴ്സ് ഓൺലി ചാനൽ എനിക്കുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യം ആൾക്കാർക്ക് അത് ജോയിൻ ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെ അടിയിലുള്ള ജോയിൻ ബട്ടണിൽ പോയി അമർത്തിയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് സെലക്ട് ചെയ്താൽ മതി. ബ്രേക്ക്ഔട്ട് വരുന്ന ഫണ്ടമെന്റലി ഉള്ള നല്ല സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ മാത്രം പറഞ്ഞ സ്റ്റോക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ പോവാതെ നിലവിൽ കിട്ടാവുന്ന മാക്സിമം എപ്രിസിയേഷൻ കിട്ടി ബുക്ക് ചെയ്യുക. അതാണ് ആ ഒരു വീഡിയോ ത്രൂ ഉദ്ദേശിക്കുന്നത്. വിട്ടുപോലും അഥവാ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് പ്രകാരം എൻ്റയർ മാർക്കറ്റ് അടിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് താഴോട്ട് വന്ന് തിരിച്ചു കയറുന്ന ഉറപ്പുള്ള ഫണ്ടമെന്റൽ വെരി ഗുഡ് സ്റ്റോക്ക്, ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്, ഹൈ വോളിയം, RSI ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് എമറാൾഡ് മെമ്പർഷിപ്പ് 400 rupees per month ആണ്. ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ ആനന്ദ് രാജ് ലിമിറ്റഡ് ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് പ്ലെയർ തന്നെ ഇപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് പ്ലെയേഴ്സിൽ നോക്കിയാൽ തന്നെ പ്രസ്റ്റേജ് എസ്റ്റേറ്റ് അങ്ങനെ പല കമ്പനീസ് എടുത്തത് അതിൽ ആനന്ദ് രാജ് ഉൾപ്പെടും. കാരണം ഓൾറെഡി നിലവിലുള്ള ബിസിനസ്സിൽ പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. ഇതിനിപ്പോൾ ഹൈലൈറ്റ് വരാനുള്ള കാരണം അവർ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് കടക്കാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി എത്ര ആൾ വന്നാലും ആനന്ദ് രാജ് ലിമിറ്റഡിന് ഒരു സാധ്യത ഉണ്ട്. കാരണം അതിൻ്റെ സബ്സിഡറി ഗൂഗിളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പോകും. ആനന്ദ് രാജ് ലിമിറ്റഡിന്റെ സബ്സിഡറി ഗൂഗിളായി ടൈപ്പ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ആക്കോസ് ഓഫ് ലാൻഡ്സിൽ ഗൂഗിളാണ് അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ടൈപ്പിനെ തുടങ്ങുക, അത് നല്ലൊരു കാര്യമാണ്. അവരിൽ ഗൂഗിൾ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുമ്പം നെഗറ്റീവായി ബാധിക്കാത്തൊരു കമ്പനിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. അതേസമയത്ത് ചെറിയ കമ്പനീസ് ഒക്കെ ഡാറ്റാ സെന്റർ കമ്പനീസ് ഒക്കെ ചിലപ്പം ഗൂഗിളിന്റെ വരവോട് കൂടിയിട്ട് ചെറിയൊരു ബിസിനസ് എഫക്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആനന്ദ് രാജ് ലിമിറ്റഡിന് ടൈപ്പ് വന്നതുകൊണ്ട് അത് മേലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതൽ ഉള്ളത്. സോ അതിൽ ഞാൻ നോക്കിക്കാര്യം മെയിനായിട്ട് ഗൂഗിളൊക്കെ വരുമ്പം ഡാറ്റാ സെന്റർ ബിസിനസ്സിനെ ഇന്ത്യയിലുള്ള കമ്പനി എഫക്ട് ചെയ്യുമോ എന്ന് നോക്കിയപ്പോൾ ആനന്ദ് രാജ് ലിമിറ്റഡിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ദേ ആർ ഓൾറെഡി ടൈപ്പ് വിത്ത് ഗൂഗിൾ, ആനന്ദ് രാജ് ലിമിറ്റഡിന്റെ സബ്സിഡറി. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റായി എനിക്ക് തോന്നി. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്ലെയറിന് ഒരു ലാർജ് ഡാറ്റാ സെന്റർ കമ്പനിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്.
ഇപ്പം അത് 15 മെഗാവാട്ട് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. 22 മെഗാവാട്ട്, 15 മെഗാവാട്ട് മാനേജറിലും 7 മെഗാവാട്ട് പഞ്ച്കുല എന്നാണ് ഇപ്പം ഡാറ്റാ സെന്റർ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. കമ്പനി ഭാവിയിൽ 307 മെഗാവാട്ട് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് 5 കൊല്ലത്തിനുള്ളിൽ ഈ 22 മെഗാവാട്ടിൽ നിന്ന് 307 മെഗാവാട്ടിലേക്കുള്ള എക്സ്പാൻഷൻ പ്രോഗ്രാംസ് ആണ് അനന്തരാജ് ലിമിറ്റഡ് പ്ലാൻ ചെയ്തത്. 2024 അശോക് ക്ലൗഡ് എന്ന പേരിൽ അവർ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിലേക്കും കടന്നു. ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഭാവിയിൽ വളരെ എക്സ്പാൻഷൻ വരാനുള്ള പരിപാടി കമ്പനിക്കുണ്ട്. ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യത സെക്ടറാണ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണിത്. 83.43 ഏക്കർ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്, അതും ഡൽഹി NCR. 83.43 ഏക്കർ ലാൻഡ്. അതിന് പുറമെ 11 കോടിയും കൂടെ അവരെ ലാൻഡ് നേരെ ഓപ്പോസിറ്റ് ലാൻഡ് എക്വയർ ചെയ്യാനുള്ള പരിപാടിയും കൂടെ അനന്തരാജ് ലിമിറ്റഡ്. ഇത്രയും വലിയൊരു ലാൻഡിൽ അവർ ഭാവിയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാതെ ഡാറ്റാ സെന്റർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൂടുതൽ ഏക്കേഴ്സ് ലാൻഡുള്ള കമ്പനിക്കാണ് ഇത് കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് അനന്തരാജ് ലിമിറ്റഡിന് ഇത്രയും വലിയ ലാൻഡിൽ ഡൽഹി NCR ഉള്ള സമയത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അനന്തരാജ് ലിമിറ്റഡിന് മുന്നിൽ കിടക്കുന്നത്. അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 1691 കോടി കടം ഉണ്ടായി 2020. അത് വളരെ കുറച്ചു 386 കോടിയാണ് 2025. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിട്ട് മാറും. ഓൾറെഡി അതിന്റെ ഇപ്പോഴത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.13 ആണ്. അത് ഡെപ്റ്റ് ഫ്രീ കമ്പനി ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. റീസെന്റ് പ്രൊമോട്ടേഴ്സ് ഇപ്പം അവരുടെ ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് 1 മന്തിനുള്ളിൽ അവർ പ്രൊമോട്ടേഴ്സ് വലിയ തോതിൽ അവർ ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. 2024 അവരെ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റേക്ക് 61 ഒക്കെ ഉണ്ട്. അതിന് അവർ കുറച്ച് 57.34 ആക്കി. പക്ഷെ വീണ്ടും അവർ ഷെയർ ഇൻക്രീസ് ചെയ്തിട്ട് ഇവർ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 2 ലക്ഷം ഷെയർ പ്രൊമോട്ടേഴ്സ് വാങ്ങിയെന്ന് പറയാം. അങ്ങനെയാണ് ഏകദേശം 2.34% അടുത്ത് ഹോൾഡിംഗ്സ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 60.25% പ്രൊമോട്ടേഴ്സ് ആയി. അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ 57.34 ഉള്ളത് പ്രൊമോട്ടേഴ്സ് അവരെ സ്റ്റേക്ക് എൻഹാൻസ് ചെയ്തിട്ട് 60.2 ആവാൻ സാധ്യതയുണ്ട്. കറക്റ്റ് കണക്ക് വന്നിട്ടില്ല. ഡിസംബർ ക്വാർട്ടർ കഴിഞ്ഞാൽ വരുള്ളൂ. FISന്റെ കയ്യിൽ 13.68% സ്റ്റേക്ക്, അതായത് 10.72 അവർ 13.68 ആയിട്ട് അവരെ സ്റ്റേക്ക് ഉയർത്തി. DAS അതേസമയം 5.82 5.95 ആയിട്ട് കൂട്ടി. അതായത് ഈ ലാസ്റ്റ് ക്വാർട്ടർ DASും FISും പ്രൊമോട്ടേഴ്സും അവരെ സ്റ്റേക്ക് വളരെ കൂട്ടിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് കൂടും ഞാൻ വളരെ കോൺഫിഡൻസ്, കാരണം അവരെ കമ്പനിയിലെ ബിസിനസ്സിലുള്ള ആ ഒരു 100% വിശ്വാസമാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, സോ റിയൽ എസ്റ്റേറ്റിന് പ്രോപ്പർട്ടി ആണെങ്കിൽ കമ്പനിയാണ്. അവരെ ബോറോയിങ്സ് വളരെ റിഡ്യൂസ് ചെയ്തിട്ട് അതേസമയം അവർ റിസർവ് വളരെയധികം കൂട്ടിയിട്ടുമുണ്ട്. ഇനി കമ്പനിയുടെ ടാർഗറ്റ് 1200 കോടി 2027 9,000 കോടി 2032 ആകുമ്പോഴേക്ക് അച്ചീവ് ചെയ്യുന്നതാണ് കമ്പനീൻ്റെ വ്യൂ. 74% CAGR ഗ്രോത്ത് ലാസ്റ്റ് 5 കൊല്ലം കാണിച്ച കമ്പനിയാണ് അനന്തരാജ് ലിമിറ്റഡ്. ഓക്കെ, ഇതിനൊക്കെ പുറമെ ഗവൺമെന്റ് ഈ ഒരു സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത 20 കൊല്ലത്തേക്ക് ടാക്സ് റിഡക്ഷൻ പ്രോഗ്രാംസും അല്ലെ ടാക്സ് എക്സംഷൻ പ്രോഗ്രാംസ് വരാൻ സാധ്യതയുണ്ട്. സോ അത് ഗവൺമെന്റ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സെക്ടറാണ്. ഡാറ്റാ സെന്റർ ഭാവിയിലേക്കുള്ള ഒരു സെക്ടറാണ്. സോ അനന്തരാജ് ലിമിറ്റഡ് ശ്രദ്ധിക്കാവുന്ന സ്റ്റോക്കാണ്. പിന്നെ ഓവറോൾ പിക്ചർ നോക്കാം. ഫേസ് വാല്യൂ 2 ആണ്. പ്രസന്റ് പ്രൈസ് 551.60 ആണ്. നമ്മൾ ആദ്യം ഇറക്കുമ്പോൾ അതേ ലെവലിലെ സ്റ്റോക്ക് കിടക്കുന്നത്. ഒരു 900 ടാർഗറ്റ് വെച്ച് ഹോൾഡ് ചെയ്യുക. 947 ഇയർ ഹൈ ആണ്. സോ ഇയർ ഹൈന് തൊട്ട് താഴെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നമുക്ക് വെച്ച് ഹോൾഡ് ചെയ്യാം. സ്ലോലി വന്ന ലോങ് ടേമൊക്കെയുള്ള സ്റ്റോക്കാണ് ഈ സാധനം അനന്തരാജ് ലിമിറ്റഡ്. ബുക്ക് വാല്യൂ 128 ഉണ്ട്. EPS 35% ഗ്രോത്തോടുകൂടി 13.70 ആണ് EPS. PE റേഷ്യോ ഇൻഡസ്ട്രി പിന്നേക്കാൾ ഹൈ ആണ്. ഇതതിൻ്റെ നെഗറ്റീവ് പോയിന്റ് ആണ്. പക്ഷെ ഈ ലെവലിലുള്ള പ്രോഫിറ്റ് കമ്പനി കാണിക്കുകയാണെങ്കിൽ ഇതൊരു വിഷയമല്ല, കാരണം ഭാവിയിലെ വളർച്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് നോക്കാം. കാരണം 2023 144 കോടി ലാഭമുള്ള കമ്പനി 2024 ചാടി 264 കോടി കാണിച്ചത്. അവിടെ നിന്ന് 2025 ആകുമ്പോഴേക്ക് 422 കോടിയാണ് കാണിച്ചത്. കൺസിസ്റ്റന്റ് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ ജമ്പ് കാണിക്കുന്ന കമ്പനിയാണ്. സെപ്റ്റംബറിൽ കുറച്ച് കമ്പനീസ് നല്ല റിസൾട്ട് കാണിച്ചാൽ ഒന്ന് അനന്തരാജാണ്. 136 കോടിയാണ് സെപ്റ്റംബർ റിസൾട്ട് കാണിച്ചത്. ലാസ്റ്റ് ഇയർ ഇത് വെറും 104 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ക്വാർട്ടർ വെറും 124 കോടി ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ക്വാർട്ടർ വൈസിൽ 10%, ഇയർ ഓൺ ഇയർ ബേസിൽ 30% അപ്രിസിയേഷൻ കാണിച്ചിട്ടുണ്ട്.
ഷെയർ ക്യാപിറ്റൽ 68 കോടിയാണ്, പക്ഷെ റിസർവ് 4093 കോടിയാണ്. റിസർവിൽ വളരെ വമ്പൻ മുന്നേറ്റമായി കാണിച്ചത്. വെറും ചെറിയ റിസർവ് ഉള്ളത് പെട്ടെന്ന് കയറി. അത് 4093 കോടി റിസർവ് ഉണ്ട്. ഷെയർ ക്യാപിറ്റൽ 68 കോടിയേ ഉള്ളൂ. DAS, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, കോട്ടക് മഹേന്ദ്ര ഒക്കെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ ഷെയർ ഹോൾഡർ ഓൾറെഡി പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് പ്രൊമോട്ടേഴ്സ് 57.34 നിലവിലെ കണക്കാണ്. അത് എനിക്ക് തോന്നുന്നു ഡിസംബർ വരുമ്പോഴേക്ക് 62 FIS 13.68, ഡിസംബറിൽ കണക്ക് കിട്ടിയിട്ടില്ല. DAS 5.95. സോ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഇൻടാക്ട് സ്റ്റോക്കാണിത്. ഈ ഒരു താഴോട്ട് ഒരു ഡൗൺ സൈഡൊക്കെ വരികയാണെങ്കിൽ ഒരു 480 അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് 480. സോ 480 to 550 റേഞ്ചിൽ മെല്ലെ വാങ്ങി അക്യുമുലേറ്റ് ചെയ്ത് ലോങ് ടേമിൽ വെക്കാൻ പറ്റിയ സ്റ്റോക്കാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. സോ ആസ് യൂഷ്വൽ ഇത് ഞാൻ പഠിച്ച് സ്വന്തം മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻസ് അല്ല. പഠിക്കുക, ഇതിനെപ്പറ്റി നന്നായി പഠിക്കുക. നിങ്ങൾക്കും ഈ ഒരു സെക്ടർ ഭാവിയിൽ ഫ്യൂച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ ഇത്രയും ആക്വസ് ബ്രാൻഡിലുള്ള കമ്പനി നിരക്ക്, ഗൂഗിളെ ടൈപ്പ് കമ്പനി നിരക്ക്, ഈ കമ്പനിക്ക് വളർച്ച സാധ്യതയുണ്ട് മനസ്സിലാക്കിയാൽ മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അഡ്വൈസേഴ്സ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിൽ റിലീസ് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.